നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 16 ചൊവ്വാഴ്ചയാണ്. ഗ്ലോബൽ മാർക്കറ്റുകളിൽ ആദ്യം US മാർക്കറ്റിലേക്ക്. ഇന്നലെ 3 ഇൻഡെക്സുകളും നേട്ടത്തിൽ തന്നെയാണ് ക്ലോസ് ചെയ്തത്. ഇന്നും ഹൈലൈറ്റ് ആയ വാർത്ത ഡൊണാൾഡ് ട്രംപിന് നേരെയുള്ള വധശ്രമത്തിന്റെ പശ്ചാത്തലത്തിൽ ഡൊണാൾഡ് ട്രംപിന്റെ രണ്ടാം പ്രസിഡന്റ് സ്ഥാനത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ വർദ്ധിച്ചു. ഈ വാർത്തയെ തുടർന്ന് ട്രംപ് മീഡിയ ആൻഡ് ടെക്നോളജി ഗ്രൂപ്പ് 31.4% നേട്ടമുണ്ടാക്കി. ബിറ്റ്കോയിൻ 6% ഉയർന്നു. ഇന്നലെയും വലിയ നേട്ടത്തിലേക്ക് വന്നത് റസൽ 2000 സ്മോൾ ക്യാപ് ഇൻഡെക്സ് ആയിരുന്നു. 1.8% ഉയർന്നു. ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് വന്നാൽ ഒരു മിക്സഡ് ആയ രീതിയിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. മാത്രമല്ല ഗിഫ്റ്റ് നിഫ്റ്റി സൂചിപ്പിക്കുന്നത് ഒരു പോസിറ്റീവ് ഓപ്പണിംഗ് തന്നെയാണ്. ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലും പുറത്തു വന്ന കുറച്ച് ഡാറ്റകൾ നെഗറ്റീവായിരുന്നു. ജൂണിൽ കയറ്റുമതി 7 മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയിലെത്തി. അതുപോലെ WPI ഇൻഫ്ലേഷൻ 16 മാസത്തെ ഏറ്റവും ഉയർന്ന നിലയിലെത്തി. CPI ഇൻഫ്ലേഷനും ഉയർന്ന രീതിയിൽ തന്നെയായിരുന്നു പുറത്തു വന്നത്. എന്തായാലും മാർക്കറ്റ് ഇതിനോട് എത്തരത്തിലായിരിക്കും റിയാക്ട് ചെയ്യുക എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാത്തതായി ഉണ്ടെങ്കിൽ ദയവ് ചെയ്തൊന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ മുഹറത്തോടനുബന്ധിച്ച് ഇന്ത്യൻ മാർക്കറ്റ് ക്ലോസ്ഡ് ആയിരിക്കും. ആദ്യത്തെ സെഗ്മെന്റായ മാർക്കറ്റ് ന്യൂസിലേക്ക്. ഇന്നത്തെ ആദ്യത്തെ വാർത്ത ഇന്ത്യയുടെ ചരക്ക് കയറ്റുമതിയിലെ വളർച്ച മെയ് മാസത്തിലെ 13.5% നിന്ന് ജൂണിൽ 2.6% കുറഞ്ഞു എന്നൊരു നെഗറ്റീവായിട്ടുള്ള ഒരു വാർത്തയാണ്. കുറഞ്ഞ വിദേശ ഡിമാൻഡ് കാരണം 7 മാസത്തെ ഏറ്റവും താഴ്ന്ന നിരക്കായ $35.2 ബില്യൺ ഇറക്കുമതി 4.9% വർദ്ധിച്ച് $56.18 ബില്യൺ എത്തി. വെല്ലുവിളികൾക്കിടയിലും സാമ്പത്തിക വർഷത്തിലെ ടാർഗറ്റായ മൊത്തം കയറ്റുമതി $800 ബില്യൺ എത്തുമെന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് വാണിജ്യ സെക്രട്ടറി സുനിൽ ബർത്വാൾ. മറ്റൊരു കാര്യം കൂടി ഈ റിപ്പോർട്ടിൽ പറയുന്നത് പെട്രോളിയം, ഇതര രത്നങ്ങൾ, ആഭരണങ്ങൾ എന്നിവയുടെ കയറ്റുമതി 8.5% ഉയർന്നപ്പോൾ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി 18% കുറയുകയും ചെയ്തു. എക്സ്പോർട്സിൽ ഒരു സ്ലോ ഡൗൺ കാണുമ്പോൾ തന്നെ നോൺ പെട്രോളിയം, നോൺ ജെംസ്, ജ്വല്ലറി സെക്ടറുകൾ എന്നിവയിൽ ഒരു ഗ്രോത്ത് കാണുന്നുമുണ്ട്. ഏതായാലും സ്റ്റോക്ക് മാർക്കറ്റ് പെർസ്പെക്റ്റീവിലേക്ക് വരുമ്പോൾ എക്സ്പോർട്ട് ഗ്രോത്ത് നല്ലതായി ഉള്ളതുകൊണ്ട് തന്നെ എഞ്ചിനീയറിംഗ് ഗുഡ്സ്, ഇലക്ട്രോണിക്സ്, ഫാർമസ്യൂട്ടിക്കൽസ് എന്നിവയ്ക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള വാർത്ത തന്നെയാണ്. എന്നാൽ പെട്രോളിയം, ലോഹം തുടങ്ങിയ ഇറക്കുമതിയെ വൻതോതിൽ ആശ്രയിക്കുന്ന മേഖലകൾ സമ്മർദ്ദത്തിലാവാനുള്ള സാധ്യതയുമുണ്ട്. മറ്റൊരു വാർത്തയിലേക്ക്. CPI പണപ്പെരുപ്പം 4 മാസത്തെ ഏറ്റവും ഉയർന്ന നിലയിലാണ് എന്ന് വെള്ളിയാഴ്ച പുറത്തുവന്ന ഡാറ്റയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇന്നലെ ഇന്ത്യയിൽ നിന്നും ജൂൺ മാസത്തെ ഹോൾസെയിൽ ഇൻഫ്ലേഷൻ ഡാറ്റയാണ് പുറത്തു വന്നത്. ജൂണിൽ മൊത്തവില പണപ്പെരുപ്പം മെയ് മാസത്തിലെ 2.6% നിന്ന് 16 മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കായ 3.4% ഉയർന്നത്. മൊത്തവിലയിൽ മെയ് മാസത്തേതിൽ നിന്ന് 0.4% വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. ഫുഡ് ഇൻഫ്ലേഷൻ തന്നെയാണ് വലിയ രീതിയിൽ വർധനമുണ്ടായിരിക്കുന്നത്. 20 മാസത്തെ ഉയർന്ന നിരക്കായ 8.7% വരെ എത്തി നിൽക്കുന്നു. പച്ചക്കറി വിലയിലെ ഗണ്യമായ വർധനമാണ് ഇതിന് കാരണമായിരിക്കുന്നത്. മൊത്തവില പണപ്പെരുപ്പം ജൂലൈ മാസത്തിൽ 2% കുറയുമെന്നാണ് പ്രവചിക്കുന്നത്. ഏതായാലും വെള്ളിയാഴ്ച പുറത്തുവന്ന CPI ഡാറ്റയും ഇപ്പോൾ പുറത്തുവന്ന WPI ഡാറ്റയും അത്ര നല്ല സൂചനകളല്ല നൽകുന്നത്. മറ്റൊരു വാർത്ത വരുന്നത് ഓയിൽ ആൻഡ് ഗ്യാസ് സെഗ്മെന്റിൽ നിന്നാണ്. ജൂലൈ 16 മുതൽ പ്രാബല്യത്തിൽ വരുന്ന രീതിയിൽ ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കുന്ന അസംസ്കൃത എണ്ണയുടെ വിൻഫോൾ നികുതി ടണ്ണിന് 6000 നിന്ന് 7000 രൂപയാക്കി കേന്ദ്ര സർക്കാർ തിങ്കളാഴ്ച വർദ്ധിപ്പിച്ചു. ഇത് ഓയിൽ കമ്പനികളെ സംബന്ധിച്ച് ഒരു നെഗറ്റീവായിട്ടുള്ള വാർത്ത തന്നെയാണ്. ഇന്നലെ വൈകുന്നേരം പുറത്തു വന്ന റിസൾട്ടുകളിലേക്കാണ്. ആദ്യം ജിയോ ഫിനാൻഷ്യൽ സർവീസസ് നെറ്റ് പ്രോഫിറ്റിൽ 0.64% വർധനവാണ് ക്വാർട്ടർ ടു ക്വാർട്ടർ കമ്പയർ ചെയ്യുമ്പോൾ വന്നിരിക്കുന്നത്. 612.6 കോടി രൂപയിലാണ് ഇപ്പോൾ നെറ്റ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവും ക്വാർട്ടർ ടു ക്വാർട്ടർ കമ്പയർ ചെയ്യുമ്പോൾ 0.07% ഇടിവാണ് വന്നിരിക്കുന്നത്. അടുത്തത് ഏഞ്ചൽ വണ്ണിൻ്റെ റിസൾട്ട്. പ്രോഫിറ്റിൽ നല്ല ഒരു വർധനവുണ്ടായിരിക്കുന്നു. ഇയർ ഓൺ ഇയറിൽ 32.6% വർധനവാണ് വന്നിരിക്കുന്നത്. റവന്യൂവിലും 74% വർധനവ്. നല്ല ഒരു റിസൾട്ട് തന്നെയാണ് ഏഞ്ചൽ വണ്ണിൽ നിന്നും വന്നിരിക്കുന്നത്. അടുത്തത് ഹാറ്റ്സൺ അഗ്രോ പ്രൊഡക്ട്സ്. നെറ്റ് പ്രോഫിറ്റിൽ 62.9% വർധനവുണ്ടായിരിക്കുന്നു. 130.5 കോടി രൂപയിലാണ് ഇപ്പോൾ നെറ്റ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 10.4% വർധനവുണ്ടായി. കമ്പനി 6 രൂപയാണ് ഡിവിഡൻഡായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ന് റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ ബജാജ് ഓട്ടോ, ആദിത്യ ബിർള മണി, L&T ഫിനാൻസ്, നെറ്റ്വർക്ക് 18, TV18 ബ്രോഡ്കാസ്റ്റ്, അലോക് ഇൻഡസ്ട്രീസ്, അഗ്രോടെക് ഫുഡ്സ്, സെഞ്ചുറി ടെക്സ്റ്റൈൽസ്, ക്രിസിൽ, DB കോർപ്പ്, ഹിമാദ്രി സ്പെഷ്യാലിറ്റി കെമിക്കൽസ്, ഇന്റർനാഷണൽ ട്രാവൽ ഹൗസ്, ജൂബിലിയന്റ് ഇൻഗ്രീവിയ, ജസ്റ്റ് ഡയൽ എന്നിവയാണ്. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ ആദിത്യ ബിർള ഫാഷൻ ആൻഡ് റീറ്റെയിൽ, ചെമ്പൽ ഫെർട്ടിലൈസേഴ്സ്, GMR ഇൻഫ്ര, GNFC, ഹിൻഡ് കോപ്പർ, ഇന്ത്യ സിമൻസ്, ഇൻഡസ് ടവേഴ്സ്, RBL ബാങ്ക് എന്നിവയാണ്. ഇനി നമ്മുടെ ഏറ്റവും ഹൈലൈറ്റ് ആയ സെഷൻ രാവിലെ 10:30 മുതൽ 3:30 വരെയുള്ള യൂട്യൂബ് ലൈവാണ്. ലൈവ് കാണാൻ സാധിക്കാത്ത സ്റ്റുഡൻസിനായിട്ട് അവർക്ക് നമ്മുടെ എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. തൊട്ടുമുകളിൽ ഇവിടെ ഒരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ചതിന് ശേഷം നിങ്ങൾക്ക് ഞങ്ങളുടെ എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്നലത്തെ മാർക്കറ്റ് റൗണ്ട് അപ്പിലേക്ക്.
നിഫ്റ്റി 24,635 എന്ന പുതിയ ഓൾ ടൈം ഹൈ ടച്ച് ചെയ്തു. നിഫ്റ്റി ബാങ്ക് 177 പോയിന്റ്സ് ആണ് ഇന്നലെ ഉയർന്നത്. മിഡ് ക്യാപ്പ് ഔട്ട് പെർഫോം ചെയ്തു, 491 പോയിന്റ്സ് ഉയർന്നു. സെക്ടറുകളിൽ PSU ബാങ്ക് ഉയർന്നപ്പോൾ IT സെക്ടറിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. സ്റ്റോക്കുകളിൽ SBI, ONGC, NTPC, ITC എന്നിവ നിഫ്റ്റിയിലെ ടോപ്പ് ഗെയിനേഴ്സ് ആയി മാറി. MRF വില ഉയർത്തും എന്ന വാർത്ത വന്നതോടെ ടയർ സ്റ്റോക്കുകളിൽ ഒരു ഉണർവ് കണ്ടു. ഓയിൽ ആൻഡ് ഗ്യാസ് സ്റ്റോക്കുകളും ഉയർന്നു. നിഫ്റ്റിയിലേക്ക് അപ്സൈഡ് മൊമെന്റം തുടർച്ചയായ രണ്ടാമത്തെ ദിവസവും തുടർന്ന് ഇന്ത്യൻ വിപണി. നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത് 24,586-ൽ 84 പോയിന്റ്സ് ഉയർന്നാണ്. നിഫ്റ്റി ഓപ്പൺ ചെയ്തത് ഉടനെ തന്നെ ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്തു. പക്ഷേ പിന്നീട് ഡൗൺ ആവുന്ന ഒരു കാഴ്ച കണ്ടു. പിന്നീട് 1:30 കൂടിയാണ് പുതിയ ഓൾ ടൈം ഹൈ നിഫ്റ്റിയിൽ ടച്ച് ചെയ്തത്. അത് 24,635 ആയിരുന്നു. ഡെയിലി ക്യാൻഡിൽ ഇന്നലത്തെ ഓപ്പൺ പ്രൈസും ക്ലോസിംഗ് പ്രൈസും ഏകദേശം ഒരേ റേഞ്ചിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നലെ ഒരു ഡോജി ക്യാൻഡിലാണ് ഡെയിലി ചാർട്ടിൽ ഫോം ആയിരിക്കുന്നത്. നിഫ്റ്റി 24,400 മുകളിലാണ് എന്നതുകൊണ്ട് തന്നെ നല്ല പോസിറ്റീവിൽ തന്നെയാണ് ഇപ്പോൾ നിഫ്റ്റി ഉള്ളത്. അപ്സൈഡിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് 24,950 പ്രധാനപ്പെട്ട അപ്സൈഡിലെ ഒരു ലെവലാണ്. ഡൗൺ സൈഡിലേക്ക് വന്നാൽ ഇമീഡിയറ്റ് സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 24,450. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്ക്. കോൾ സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ ആദ്യത്തെ സ്ട്രൈക്ക് 25,000 ആണ്. അതിനുശേഷം 24,900 സ്ട്രൈക്കും അതിനുശേഷം 25,500 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിലേക്ക് വന്നാൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് സ്ട്രൈക്ക് ചെയ്തിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 24,500 സ്ട്രൈക്കിലും അതിനുശേഷം 24,000 സ്ട്രൈക്കിലും അതിനുശേഷം 24,400 സ്ട്രൈക്കിലുമാണ്. ഈ വീക്ക്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 24,900-ഉം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 24,500-ഉമാണ്. അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റയിൽ കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങൾ പരിശോധിക്കാം. ആദ്യം 24,600 സ്ട്രൈക്കിൽ 246% വർധനവാണ് പുട്ട് സൈഡിൽ കാണുന്നത്. ലോങ് ബിൽഡപ്പ് തന്നെയാണ്. കോൾ സൈഡിൽ 57% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പ് കാണാം. 24,550 സ്ട്രൈക്കിൽ 156% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പാണ്. എന്നാൽ കോൾ സൈഡിൽ 15% ഇടിവാണ് കാണുന്നത്. ഒരു ഷോർട്ട് കവറിംഗ് ആണ് ആ സ്ട്രൈക്കിലുള്ളത്. 24,650 സ്ട്രൈക്കിൽ 240% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്. എന്നാൽ 82% വർധനവ് കോൾ സൈഡിൽ ഒരു ഷോർട്ട് ബിൽഡപ്പും കാണാം. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള പുട്ട് സെല്ലേഴ്സ് തന്നെയാണ് സ്ട്രോങ് ആയി നിൽക്കുന്നത് എന്ന് കാണാം. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 52,455-ൽ 177 പോയിന്റ്സ് ഉയർന്നാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു ലെവലാണ് 52,000. ഇത് കുറച്ച് ദിവസമായി ബാങ്ക് നിഫ്റ്റിക്ക് ഹോൾഡ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. അത് പോസിറ്റിവിറ്റി തന്നെയാണ്. കൂടാതെ 20-ഡേ EMA ഉള്ളതും ഏകദേശം 52,000 റേഞ്ചിന് സമീപത്ത് തന്നെയാണ്. 20-ഡേ EMAയ്ക്ക് മുകളിലായി ട്രേഡ് ചെയ്യാൻ കഴിയുന്നു എന്നത് പോസിറ്റിവിറ്റി തന്നെയാണ്. ഇനി ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 52,500 ഹോൾഡ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ 53,000 എത്താനുള്ള സാധ്യത കൂടുതലാണ്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കൊന്ന് വരാം. കോൾ സൈഡിൽ മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 53,500 ആണ്. അതിനുശേഷം 54,000 സ്ട്രൈക്കും അതിനുശേഷം 53,000 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 52,000-ഉം അതിനുശേഷം 51,000 സ്ട്രൈക്കും അതിനുശേഷം 52,500 സ്ട്രൈക്കിലുമാണ്. ഇന്ത്യ വിക്സിലേക്ക് 14.19-ൽ 3.37% ഇന്ത്യ വിക്സ് ഇന്നലെ ഉയർന്നത്. ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെന്റിൽ FIDA ആക്ടിവിറ്റിയാണ്. തുടർച്ചയായ ദിവസങ്ങളിൽ ബൈയിങ് മോഡിൽ തന്നെയാണ് FIs ഉള്ളത്. 2,684 കോടി രൂപയ്ക്ക് വലിയ ബൈയിങ് തന്നെയാണ് ഇന്നലെയും FIs കാഴ്ചവെച്ചത്. DIs ആവട്ടെ 331 കോടി രൂപയ്ക്ക് സെല്ല് ചെയ്തു. US മാർക്കറ്റിലേക്ക് ഡൊണാൾഡ് ട്രംപിന് നേരെയുള്ള വധശ്രമത്തിന്റെ പശ്ചാത്തലത്തിൽ ഡൊണാൾഡ് ട്രംപിന്റെ രണ്ടാം പ്രസിഡന്റ് സ്ഥാനത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ വർദ്ധിച്ചതിനാൽ തിങ്കളാഴ്ച US മാർക്കറ്റുകൾ ഉയർന്ന നിലയിൽ തന്നെയാണ് ക്ലോസ് ചെയ്തത്. ഓൺലൈൻ ബെറ്റിംഗ് സൈറ്റായ പ്രെഡിക്റ്റിറ്റ് വെള്ളിയാഴ്ച പറഞ്ഞത് 67 സെന്റ്, അതായത് 67% വിജയസാധ്യത ഡൊണാൾഡ് ട്രംപിനുണ്ട് എന്നും ജോ ബൈഡന് 26 സെന്റ് വിജയസാധ്യത മാത്രമാണ് ഉള്ളത് എന്നും പറയുകയുണ്ടായി. ഡൊണാൾഡ് ട്രംപ് വീണ്ടും അധികാരത്തിൽ വരും എന്ന വാർത്തകൾ ട്രംപ് മീഡിയ ആൻഡ് ടെക്നോളജി ഗ്രൂപ്പ് 31.4% നേട്ടം കൈവരിക്കാനുള്ള കാരണമായി. ക്രിപ്റ്റോ സ്റ്റോക്കുകളും ബിറ്റ്കോയിനും ഉയർന്നു. ഇനി ഇൻവെസ്റ്റേഴ്സ് പ്രതീക്ഷിക്കുന്നത് സെപ്റ്റംബറിൽ ഒരു റേറ്റ് കട്ട് ഉണ്ടായിരിക്കും എന്ന് തന്നെയാണ്. US-ൽ നിന്ന് അനുകൂലമായ ഇൻഫ്ലേഷൻ ഡാറ്റകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വർഷാവസാനം 3 തവണ റേറ്റ് കട്ട് ഉണ്ടായിരിക്കും എന്ന് ഇൻവെസ്റ്റേഴ്സ് പ്രതീക്ഷ അർപ്പിക്കുന്നു. ഇൻഡെക്സുകളിൽ ഇന്നലത്തെ ഹൈലൈറ്റ് പെർഫോമൻസ് റസൽ 2000-ൻ്റേത് തന്നെയായിരുന്നു. ഇന്നലെ 1.8% ഉയർന്നത്. റസൽ 2000 കഴിഞ്ഞ ആഴ്ച മാത്രം 6% നേട്ടമുണ്ടാക്കി. ഇന്ന് US-ൽ നിന്ന് വരുന്ന പ്രധാനപ്പെട്ട റിസൾട്ടുകൾ ബാങ്ക് ഓഫ് അമേരിക്ക, മോർഗൻ സ്റ്റാൻലി, യുണൈറ്റഡ് ഹെൽത്ത് എന്നീ കമ്പനികളുടെ റിസൾട്ടുകളാണ്. അടുത്തതായി US-ൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനത്തിലേക്കാണ്. ടെക് സൈഡിൽ ഇൻഫോസിസ് 0.44% ഇടിഞ്ഞു. വിപ്രോ 0.60% ഇടിയുകയും ചെയ്തു.
ബാങ്കിംഗ് സൈഡിൽ ICICI ബാങ്ക് 0.03% ഇടിവിൽ, HDFC ബാങ്ക് 0.27% ഇടിയുകയുണ്ടായി. ടെക് സൈഡും ബാങ്കിംഗ് സൈഡും വീക്കായപ്പോൾ തന്നെ ഡോക്ടർ റെഡ്ഡി ഇന്നലെ 1% മുകളിൽ നേട്ടമുണ്ടാക്കി. റിലയൻസ് ഇൻഡസ്ട്രീസ് 0.28% നേട്ടത്തിലും മേക്ക് മൈ ട്രിപ്പ് 1% മുകളിൽ പ്രോഫിറ്റിലും ഇന്നലെ ക്ലോസ് ചെയ്തു. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച US മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് പോസിറ്റീവിലാണ്. ഡൗ ജോൺസ് 0.15% നേട്ടത്തിലാണ്. S&P 500 0.14% നേട്ടത്തിലും ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നു. യൂറോപ്യൻ മാർക്കറ്റുകൾ വാരാന്ത്യത്തിൽ നടന്ന റാലിയിൽ മുൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വധിക്കാനുള്ള ശ്രമത്തിന്റെ ഫലം ആഗോള വിപണികൾ വിലയിരുത്തിയതിനാൽ യൂറോപ്യൻ ഓഹരികൾ തിങ്കളാഴ്ച ഒരു ഇടിവിലേക്ക് പോയി. UK മാർക്കറ്റ് FTSE 0.85% ഇടിഞ്ഞു. ജർമ്മൻ മാർക്കറ്റ് DAX 0.84% ഉയർന്നു. ഫ്രാൻസ് മാർക്കറ്റ് CAC 1.19% വലിയ നഷ്ടവും രേഖപ്പെടുത്തി. പാൻ യൂറോപ്യൻ സ്റ്റോക്ക് 600ഉം 1% മുകളിൽ ഇടിയുകയുണ്ടായി. അവിടെ വലിയ നഷ്ടമുണ്ടാക്കിയത് ഹൗസ് ഹോൾഡ് സെഗ്മെന്റ് ആയിരുന്നു. 2% ഇടിഞ്ഞു. യൂട്ടിലിറ്റീസും 1.9% നഷ്ടമുണ്ടാക്കി. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച യൂറോപ്യൻ മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് DAX 0.02% നേട്ടത്തിൽ, CAC 0.09% നേട്ടത്തിലും, FTSE 0.02% നഷ്ടത്തിലും ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നു. ഏഷ്യൻ മാർക്കറ്റുകൾ പലിശ നിരക്ക് കുറയ്ക്കാൻ പണപ്പെരുപ്പം 2% എത്തുന്നതുവരെ സെൻട്രൽ ബാങ്ക് കാത്തിരിക്കില്ല എന്ന ഫെഡറൽ റിസർവ് ചെയർ ജെറോം പവലിന്റെ അഭിപ്രായത്തോട് ഏഷ്യൻ വിപണികൾ ഇപ്പോൾ സമ്മിശ്രമായാണ് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച ഏഷ്യൻ മാർക്കറ്റുകളിൽ ആദ്യം ഗിഫ്റ്റ് നിഫ്റ്റി ഉള്ളത് 24,635 എന്ന നിലയിലാണ്. അതായത് നിഫ്റ്റിയിൽ ഇന്നും നമുക്കൊരു പോസിറ്റീവ് ഓപ്പണിങ്ങിന് തന്നെയാണ് സാധ്യതയുള്ളത്. ഒരു മ്യൂട്ടഡ് അല്ലെങ്കിൽ ഒരു 10 മുതൽ 15 പോയിന്റ്സിൻ്റെയൊക്കെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിന് സാധ്യതയുണ്ട്. മറ്റ് ഏഷ്യൻ മാർക്കറ്റുകളിൽ ജപ്പാൻ മാർക്കറ്റ് നിക്കി ഉള്ളത് 0.33% നേട്ടത്തിൽ, കോസ്പി മാർക്കറ്റ് 0.16% നേട്ടത്തിൽ, തായ്വാൻ മാർക്കറ്റ് 0.09% നേട്ടത്തിൽ, സിംഗപ്പൂർ മാർക്കറ്റ് 0.71% ഇടിവിലുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഓയിൽ പ്രൈസുകൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് എതിരെയുള്ള ആക്രമണത്തെ തുടർന്ന് US രാഷ്ട്രീയ അനിശ്ചിതത്വത്തിനിടയിൽ ഡോളറിന്റെ മൂല്യം ഉയർന്നതിനാൽ തിങ്കളാഴ്ച എണ്ണവില ഇടിയുകയുണ്ടായി. ട്രംപിനെതിരെയുള്ള അറ്റാക്കിനെ തുടർന്ന് ഇന്നലെ ബിറ്റ്കോയിൻ 6% നേട്ടമുണ്ടാക്കിയിരുന്നു. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഉള്ളത് $84.75 പെർ ബാരൽ എന്ന നിലയിലാണ്. 0.20% ഇടിവിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. WTI ഉള്ളത് $80.73 പെർ ബാരൽ എന്ന നിലയിൽ 0.14% ഇടിവിൽ ട്രേഡ് ചെയ്യുന്നു. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകൾ ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, ET Now തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും അത് റെക്കമെൻഡേഷനായിട്ട് ആരും തന്നെ എടുക്കരുത്. എങ്കിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.